ഈ ഇലക്ഷൻ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? LDF ആയിരിക്കും അല്ലെങ്കിൽ UDF ആയിരിക്കും? BJP. നമ്മൾ പണ്ട് പോലെ കേൾക്കണ ഒരു കാര്യമുണ്ട്, LDF വരും എല്ലാം നന്നാവും, UDF വരുമ്പോൾ എല്ലാം ശരിയാവും. പക്ഷേ ഈ LDF വന്നാലും UDF വന്നാലും മാത്രം നാട് നന്നാവും ഇല്ല, അതിന് വേറൊരു കാര്യം കൂടെ നന്നാവണം. അതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, സിവിക് സെൻസ്. അപ്പോൾ ഈ സിവിക് സെൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളുണ്ട്. ഹേയ് ജെമിനി, വാട്ട് ഈസ് സിവിക് സെൻസ്? In short, civic sense is the unspoken social contract that governs how we behave in public. മലയാളം. തീർച്ചയായും സിവിക് സെൻസ് എന്നതിന് ലളിതമായി പറഞ്ഞാൽ സാമൂഹിക ബോധം അല്ലെങ്കിൽ പൗരബോധം എന്ന് വിളിക്കാം. നമ്മൾ ജീവിക്കുന്ന സമൂഹം. ഓക്കെ, മതി, ബാക്കി ഞങ്ങൾ പറഞ്ഞു കൊടുത്തോളാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്താണ് ഈ സിവിക് സെൻസ് എന്ന്. അപ്പോൾ നമുക്ക് ഇന്ത്യ ടുഡേ ഒരു സർവേ എടുത്ത് നോക്കാം, അതായത് സിവിക് സെൻസിനെ പറ്റി. ഇന്ത്യയിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സിവിക് സെൻസ് എന്നുള്ളതിനെ പറ്റി ഒരു സർവേ ചെയ്തിട്ടുണ്ട്. ഈ സർവേ പ്രകാരം ഏറ്റവും ലാസ്റ്റ് വന്നേക്കുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്, UP ആണ്. ആര് UP? യോഗിയുടെ UP. ഇനി ഫസ്റ്റ് ആരാ നോക്കാം നമുക്ക്. ഫസ്റ്റ് കേരളം, നമ്മുടെ സ്വന്തം കേരളം. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും സിവിക് സെൻസ് ഉണ്ടെന്ന്? നിങ്ങൾ റോഡിൽ തുപ്പാറുണ്ടോ? വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിൽ ആരും കാണാണ്ട് വഴിയിലിട്ടിട്ട് പോകാറില്ലേ? ട്രാഫിക് ബ്ലോക്കിൽ വണ്ടിയും കൊണ്ട് കുത്തി കയറാറില്ലേ? അതുപോലെ തന്നെ എവിടെയെങ്കിലും ക്യൂ നിൽക്കുമ്പോൾ ഇടിച്ച് കയറാനുള്ളൊരു ടെൻഡൻസി വരാറില്ലേ? വഴിയിൽ എവിടെയെങ്കിലും നിന്ന് മൂത്രം ഒഴിക്കാറുണ്ടോ? സോറി ഗൈസ്, നമുക്കും സിവിക് സെൻസ് ഇല്ല ഗൈസ്. സിമ്പിളായിട്ട് നമുക്ക് ക്യൂവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും ക്യൂ നിൽക്കാറുണ്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലോ മെഡിസിൻ വാങ്ങാൻ, ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിലോ പല സ്ഥലത്തും നമ്മൾ ക്യൂ നിൽക്കാറുണ്ട്. അപ്പോൾ ഈ ക്യൂ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മെയിനായിട്ടുള്ള രണ്ടുപേർ വരും, ഒരു ചേച്ചിയോ ഒരു ചേട്ടനോ. ഇവർ വന്ന് നേരെ വന്ന് ഒന്നും ചോദിക്കാണ്ട് നമ്മുടെ ക്യൂവിൽ ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ട് സാധനവും വാങ്ങിച്ചങ്ങ് പോകും. റിയലി അത് ശരിയല്ല. പക്ഷേ ഇവർ ഈ ക്യൂ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ തലയിലൊരു സാധനം വരും. നമ്മളെന്തിനാണ് ഈ ക്യൂ നിൽക്കുന്നത്? അവരൊന്നും വാങ്ങിച്ചു പോയില്ലേ, ഇതുപോലെ നമുക്കൊന്ന് ചെയ്താൽ പോരെയെന്ന്. പക്ഷേ അവിടെയാണ് നമ്മുടെ സിവിക് സെൻസിൻ്റെ ഫസ്റ്റ് ബ്രേക്ക് വരുന്നത്. അപ്പോൾ അവിടെ വേണമെങ്കിൽ പറഞ്ഞ പോലെ ആ ഒരു സംഭവത്തിൽ നോക്കുന്ന ചേട്ടൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ചേട്ടന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബാക്കിൽ പോയി നിൽക്കാൻ പറയാം. അപ്പോൾ അവിടെ നടക്കുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, അവർ നാണം കെടും, അത്രയും പേര് മുമ്പിൽ നാണം കെടും. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ പിന്നീട് അത് ബ്രേക്ക് ചെയ്യാനൊരു പേടി വരും. പിന്നെ രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഫ്രണ്ടിൽ നിന്ന് വെച്ചാൽ അവർ പിന്നെ ബാക്കിൽ പോയി നിൽക്കേണ്ടി വരും. ഇപ്പോൾ അവിടെ വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യൂ നിൽക്കാൻ പ്രശ്നമുള്ള ഇതേ ആൾക്കാർ ക്യൂ കറക്റ്റായിട്ട് നിൽക്കുന്നൊരു സ്ഥലമുണ്ട്, ബിവറേജസ്. എന്തുകൊണ്ട് ബിവറേജിൽ പോയിട്ട് ആൾക്കാർ കറക്റ്റായിട്ട് ക്യൂ നിൽക്കുന്നു? ഒരടിയില്ല, ഒരു പ്രശ്നവുമില്ല, കറക്റ്റ് വരി എന്ന് പറഞ്ഞാൽ കറക്റ്റ് വരിയായിട്ട് അവരവിടെ പോയി നിൽക്കും. എന്തുകൊണ്ടാണെന്നറിയോ? അല്ലെങ്കിൽ നല്ല ഇടി കിട്ടും. ഇതാണ് ആൾക്കാർ ചോദ്യം ചെയ്യില്ല എന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഇവർ പോയിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷെ ബിവറേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞോട്ട് ആൾക്കാരുടെ സ്വഭാവം നമുക്കറിയാം, അവർ നല്ല ഇടിക്കും. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ആൾക്കാർ കറക്റ്റായിട്ട് ക്യൂ നിന്ന് കറക്റ്റായിട്ട് സാധനം വാങ്ങിച്ച് പോകുന്നത്. അതുപോലെ അവിടെ കാണിക്കുന്ന ആ ഒരു സിവിക് സെൻസ് ഇവിടെയും കാണിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഞാനൊരു ദിവസം ആശ്രം മെഡിസിറ്റിയിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ പോയിക്കണായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം അന്ന് ഒരു വലിയ ക്യൂ ഉണ്ട്. ഞാൻ ഏകദേശം നടുക്കാണ്, എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്, എൻ്റെ ബാക്കിൽ കുറച്ച് ആൾക്കാരുണ്ട്, എൻ്റെ ബാക്കിലൊരു അമ്മച്ചിയൊക്കെ ഉണ്ട്, പ്രായം ഒരു അമ്മച്ചി. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഇയർപോഡ്സൊക്കെ വെച്ച് അതിൽ സംസാരിച്ച് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈ ക്ലാസ് ചേച്ചി ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ചേച്ചി വരുന്നു, ചേച്ചി നേരെ ക്യൂവിലോട്ട് നോക്കുന്നു, എന്നൊരു പുച്ഛവും കാണിച്ചിട്ട് ചേച്ചി നേരെ ഫോണിൽ സംസാരിച്ച് ഫ്രണ്ട് ഡെസ്കിൽ ചെല്ലുന്നു, കാർഡ് കാണിക്കുന്നു, അവർ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു, അവർ പോകുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ നോക്കണേ, എന്താ ഇപ്പോൾ സംഭവിച്ചത്? ആരോ വരുന്നു, അവർ അപ്പോയിൻമെൻ്റ് എടുത്തു, അവർ ഫ്രണ്ട് ഡെസ്കിൽ പോയി, പോയി അവർ ഡോക്ടറെ കണ്ടു. അപ്പോൾ നമ്മുടെ ടൈം എന്തായി? നമ്മുടെ ടൈം വേസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് നേരത്തെ അഭിം പറഞ്ഞ പോലെ, ഇപ്പോൾ ആ ഫ്രണ്ട് ഡെസ്കിൽ ഇരുന്ന നേഴ്സ് പറയുന്നതാണ്, ചേച്ചി ബാക്കിൽ പോയി നിൽക്കണം, ഇത് ക്യൂ ആണ്, ഇവിടെ ഇത്ര ആൾക്കാർ നിൽക്കണമല്ലേ എന്ന് പറഞ്ഞെങ്കിൽ അവർക്കൊരു ബോധം വരും. ഈ പറഞ്ഞ ഇവിടെ നിന്നിരുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ടൈമിനവിടെ വാല്യൂം വരും. അപ്പോൾ അങ്ങനെ ആൾക്കാർ പ്രതികരിച്ചാൽ ഈ നാട്ടിൽ സിവിക് സെൻസ് എന്നുള്ള സാധനം വരുള്ളൂ. അത് നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് ചെയ്താലേ അങ്ങനെ ഒരു സംഭവം വരുള്ളൂ. ഇനിയിപ്പോൾ ആ ചേച്ചിനോട് ചേച്ചി ഇപ്പോൾ എല്ലാവരും ബീറ്റ് ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുത്തതിൽ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, യു ആർ എ വേസ്റ്റ്. ഇനി വേസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ മെയിൻ പരിപാടിയാണ്
ഈ റോട്ടിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇടുന്നത്. നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് നല്ല വേസ്റ്റ് ഇങ്ങനെ കൂടി ഇങ്ങനെ കൂമ്പാരം പോലെ കിടക്കുന്നത്. ഈ സ്ഥലം പണിഞ്ഞപ്പോൾ ഒന്നും അവിടെ ഈ വേസ്റ്റ് ഉണ്ടായില്ല. നമ്മളവിടെ കൊണ്ട് ഈ വേസ്റ്റ് ഇട്ടിട്ടാണ് അവിടെ അങ്ങനെ വേസ്റ്റ് കൂമ്പാരം വന്നത്. ഈ വേസ്റ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സർക്കാർ കറക്റ്റായിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, കോർപ്പറേഷൻ. അതുപോലെ തന്നെ പ്രൈവറ്റ് പരിപാടികളും ഉണ്ട്, വേസ്റ്റ് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് ആൾക്കാരും ഉണ്ട്. ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ ഈ റോട്ടിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം ഇടുന്നതിനുള്ള ചേതോ വികാരം എന്താണെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? വേറൊന്നുമല്ല, സിവിക് സെൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം മടി. അവിടെ കൊണ്ടുപോയി ചുമ്മാ എറിഞ്ഞ് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഈ വേസ്റ്റ് അവിടെ കിടക്കുമ്പോൾ ഈ പറയുന്ന കുറേ തരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ജനങ്ങൾക്ക് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കാരണം ഉണ്ടാവുന്നത്. എല്ലാവരും പറയും ഈ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരുന്നു, കുറേ വേസ്റ്റ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ആരാ കാരണം? നമുക്ക് സിവിക് സെൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ. ഇനിയിപ്പോൾ ഇൻ കേസ് അവിടെ ഇതിന് വേണ്ടി ഒരു ക്യാമറ ഫിക്സ് ചെയ്യുന്ന വിചാരിക്കുക, അത് തല്ലിപ്പൊട്ടിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്ത് കോമഡിയാന്ന്. അതായത് എൻ്റെയും നിങ്ങളുടെയും ടാക്സിൻ്റെ പൈസ എടുത്തിട്ട് ഗവൺമെൻറ്റോ ഏതോ ഒരു അതോറിറ്റി കൊണ്ടുപോയി വെക്കുന്നൊരു ക്യാമറ, അത് എനിക്ക് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാന്ന് കണ്ടുകൊണ്ട് ഞാനോ നിങ്ങളോ പോയി തല്ലിപ്പൊട്ടിക്കുന്നു. ഇത് കോമഡിയാന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇതുപോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചോ, അതായത് ഇവിടെ ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നിട്ട് ഒരു വെൻഡിങ് മെഷീൻ വെക്കണമെന്ന് നോക്കും പബ്ലിക് പ്ലേസിൽ. അപ്പോൾ അങ്ങനെ ഒരു വെൻഡിങ് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് തല്ലിപ്പൊട്ടിച്ച് അതിൽ നിന്ന് സാധനങ്ങൾ ആൾക്കാർ എടുത്തിട്ട് പോകും. അത്രയ്ക്ക് സിവിക് സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കമ്പനികൾ, ചിലപ്പോൾ അത് സ്റ്റാർട്ടപ്പ് ആയിരിക്കാം, ചിലപ്പോൾ അത് വലിയ കമ്പനി ആയിരിക്കാം, ഇവരാരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യൽ നിർത്തും. അങ്ങനെ ചെയ്യൽ നിർത്തുമ്പോഴത്തേക്കും ഇവിടെ വികസനം നിൽക്കും. നമ്മൾ കൊടി പിടിച്ചിറങ്ങിയതുകൊണ്ട് മാത്രം കാര്യമില്ല. നാടിന് വികസിക്കണമെങ്കിൽ നമുക്ക് കുറച്ചൊരു സിവിക് സെൻസ് കൂടെ വേണം. ഇപ്പോൾ വേറെ രാജ്യങ്ങളെ കാര്യങ്ങൾ നോക്കാം. അതായത് ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ജപ്പാനൊക്കെ ഇതിന് നല്ല ഒരു എക്സാമ്പിളായിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണെങ്കിൽ അവിടെ വെൻഡിങ് മെഷീൻസ് ഉണ്ട്. നമുക്ക് പോയിട്ട് പൈസ ഇട്ട് നമുക്കിപ്പോൾ ദാഹിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് കളയാൻ വേസ്റ്റ് ബിൻസ് ഉണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട്. പബ്ലിക് ടോയ്ലറ്റ്. ഈ പബ്ലിക് ടോയ്ലറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റിൻ്റെ അവസ്ഥയെപ്പറ്റി ആദ്യം പറയണം. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ത്വരയുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ആമ്പിള്ളേർക്ക് ഒരു ത്വരയുണ്ട്. പെട്ടെന്ന് മുള്ളാൻ മുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ മുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ കാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതിലിൻ്റെ സൈഡിലോ പോയിട്ട് നമ്മൾ കാര്യം സാധിക്കും. പക്ഷേ നമുക്കിതിനു വേണ്ടി പ്രോപ്പറായിട്ടുള്ള പബ്ലിക് ടോയ്ലറ്റുകൾ നമുക്കില്ല എന്നുള്ളത് ഒരു കാര്യം. അതായത് കോമൺ ആയിട്ട് കുറയില്ല, പക്ഷെ ഉള്ളതിൻ്റെ അവസ്ഥ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം ആരാ? സർക്കാരാ? അല്ല, സിവിക് സെൻസ് ഇല്ലാത്ത നമ്മളാണ് ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഈ വെള്ളം ഒഴിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ചീഞ്ഞാൽ മണമാണ്. അപ്പോൾ അതങ്ങനെ ആക്കിയിടുന്നത് നമ്മൾ തന്നെയാണ്. അതുപോലെ തന്നെ പണ്ട് എൻ്റെ സ്കൂളിലുണ്ടായിരുന്നു, സ്കൂൾ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പിള്ളേരൊക്കെ ഈ സ്വിച്ച് ബോർഡ് തല്ലിപ്പൊളിക്കുക, ബാത്റൂമിൽ ഈ പറഞ്ഞ തൊട്ട് വാഷ് ബേസിൻ ഉണ്ടെങ്കിൽ അത് തല്ലിപ്പൊളിക്കുക, ഫാൻ വളച്ചു വെക്കുക, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. ഇതൊക്കെ ചെറുപ്പത്തിലേ നമുക്ക് ബിൽഡ് ചെയ്യേണ്ട സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പിള്ളേർക്ക് സിവിക് സെൻസ് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ നമ്പർ 1 കേരളത്തിലാണ്. അതായത് ഇപ്പോൾ സിവിക് സെൻസിൻ്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിവിക് സെൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്ന കേരളത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. തോന്നുന്നുണ്ടോ നമുക്ക് സിവിക് സെൻസ് ഉണ്ടെന്ന്? ഇല്ല. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ എങ്ങനെയായിരിക്കും. നോർത്ത് ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഞാനൊരു ദിവസം പഞ്ചാബിലോട്ട് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറാൻ നിൽക്കണേ, റെയിൽവേ സ്റ്റേഷനിൽ. രാത്രിയാണ്, ഏകദേശം ഒരു 1 മണിയൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ട്രെയിൻ വരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കണേ. അപ്പോഴത്തേക്കും ട്രെയിൻ വരുന്നു. ട്രെയിൻ വന്നപ്പോൾ എനിക്ക് ആശ്വാസമായി, ഇനി കിടന്ന് ഉറങ്ങാം, ഇത്ര നേരം ഉറങ്ങിയിട്ടില്ല, അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കണേ. അപ്പോൾ ട്രെയിൻ വരുന്നു. ആദ്യം ജനറൽ വരുന്നു. ജനറലിൽ മറ്റേ നമ്മൾ ബംഗ്ലാദേശിൻ്റെയൊക്കെ ഒരു മീമിൽ കണ്ടല്ലേ, ട്രെയിനിൻ്റെ മുകളിൽ ആൾക്കാർ, തൂങ്ങിയ ആൾക്കാർ, അതുപോലെ ഫുള്ള് ആൾക്കാരെ കവർ ചെയ്തിട്ടാണ് ഈ ജനറൽ വന്നത്. ആൾക്കാരൊക്കെ തൂങ്ങി നിൽക്കാനാണ് ജനറലിൽ. അപ്പോൾ ഞാൻ വെച്ച് ജനറലല്ലേ, കുഴപ്പമില്ലായിരിക്കും. അങ്ങനെ ഫസ്റ്റ് AC വന്നു. ഫസ്റ്റ് AC യും സെക്കൻഡ് AC ഒക്കെ വരുന്നു. AC കമ്പാർട്ട്മെൻറ്റ് എത്തി. AC കമ്പാർട്ട്മെൻറ്റിലെടുത്ത് നോക്കുമ്പോഴാണ് AC കമ്പാർട്ട്മെൻറ്റ് പൊതുവേ കാണുന്ന ഒരു വൈബല്ല. AC കമ്പാർട്ട്മെൻറ്റിൽ സാധാരണ നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ കയറാൻ പറ്റില്ല. അപ്പോൾ AC കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഇവിടുത്തെ സ്ലീപ്പറിലെ പോലെ തിരക്ക്. അപ്പോഴാണ് എനിക്ക് ആ റിയാലിറ്റി ഹിറ്റ് ചെയ്യണത്. അടുത്ത വരാൻ പോണ സ്ലീപ്പറിൻ്റെ അവസ്ഥ എന്തായിരിക്കും? സ്ലീപ്പർ വരുന്നു. നമ്മുടെ ഇവിടുത്തെ ജനറലിനേക്കാളും മോശം അവസ്ഥയാണ് അവിടുത്തെ അന്ന് വന്ന സ്ലീപ്പറിന്.
കയറാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ വിചാരിച്ച് പഞ്ചാബിലൂടെ ടാക്സി പിടിച്ച് പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഊബർ വരെ എടുത്ത് നോക്കി. എന്നിട്ട് ഞാൻ നേരെ കയറി. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്, ഞങ്ങൾ നേരെ കയറി. അങ്ങനെ എൻ്റെ സീറ്റ് കണ്ടുപിടിച്ച്. അപ്പോൾ എൻ്റെ സീറ്റ് താഴെയാണ്. ഞാൻ ഈ സീറ്റോട് നോക്കുമ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 ഹിന്ദിക്കാർ, പിള്ളേരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും കൂടിയ ഒരു 5 പേര് അതിലിങ്ങനെ നിരന്നിരിക്കണതാണ്. അതിൻ്റെ കൂടെ താഴെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഒച്ചപ്പാടായി ബഹളം ഉണ്ടാക്കി, ടി വിളിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരെയൊക്കെ ഇറക്കി. അങ്ങനെ എല്ലാവരും അവരുടെ സീറ്റിൽ കയറി. ബാക്കിയുള്ളവർക്ക് മുകളിൽ സെക്കൻഡ് ബർത്ത്, അങ്ങനെ പല പല സീറ്റുകളാണ്. അപ്പോൾ എൻ്റെ ബർത്ത് ലോവർ ബർത്താണ്. അങ്ങനെ ഞാൻ ലോവർ ബർത്തിൽ കയറി കിടന്ന് ഞാൻ ഭയങ്കര ടയറാണ്, ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാല് വേറൊരു ചേട്ടൻ്റെ മടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു ഹിന്ദിക്കാരൻ ചേട്ടൻ്റെ മടിയിലായിരിക്കുന്നത്. എൻ്റെ കാലിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പയ്യൻ ഇരിപ്പുണ്ട്. അവൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരു ചേച്ചിയുടെ മടിയിലാണ് കിടക്കുന്നത്. ഞാൻ കിടക്കുമ്പോൾ ഞാൻ ബർത്തിലാണ് കിടന്നിരുന്നത്. ഞാനിപ്പോൾ ഉണ്ണീശുവിനെ പോലെ ഇവരുടെയൊക്കെ മേത്താണ് ഇങ്ങനെ കിടക്കുന്നത്. കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? കോമഡിയല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ. ഇപ്പം നിങ്ങൾക്ക് തോന്നാം ഇപ്പം അവരും പാവങ്ങളല്ലേ, അവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സീറ്റിൽ കുറച്ച് ഇരുന്നാൽ എന്താന്ന്. സീരിയസ്ലി ബ്രോ, അവനവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അവന് ഇരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവന് രാത്രി കടന്നു പോകാൻ വേണ്ടി അവൻ ബുക്ക് ചെയ്തത് സ്ലീപ്പർ. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ബുക്ക് ചെയ്യണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ബ്രോ ഒരു സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ബ്രോ തിയേറ്ററിൽ ചെന്ന് ബ്രോയുടെ സീറ്റ് നോക്കുമ്പോൾ അവിടെ വേറൊരാൾ കയറിയിരിക്കുക. ബ്രോ ചെന്ന് പറയുവാണ്, മച്ചാൻ ഇത് എൻ്റെ സീറ്റാണ്, മാറിത്തരാൻ പറഞ്ഞു. അവർ മാറിത്തരുന്നില്ല. ബ്രോക്ക് എന്താ തോന്നുന്നത്? വിഷമം തോന്നൂല്ലേ? സെയിം സാധനം തന്നെ അപ്പുറം വർക്ക് ചെയ്യുന്നത്. അതായത് രണ്ടും ഒന്ന് തന്നെയാണ്. അത് രണ്ടും ഒന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ഐ എം വെരി സോറി, സിവിക് സെൻസ് ഇല്ല, നമുക്ക് സിവിക് സെൻസ് ഇല്ല. ഇനിയിപ്പോൾ തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേറെ മെയിൻ ഒരു കാര്യം പറയേണ്ടി വരും. അതായത് തിയേറ്ററിൽ തന്നെ കുറേ കാറ്റഗറി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് കാറ്റഗറി ആൾക്കാർ പടം തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കയറി വരും. എന്നിട്ട് ഫ്ലാഷ് ലൈറ്റ് പിടിച്ചിട്ട് നമ്മുടെ മുമ്പിൽ കൂടെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവർ സീറ്റ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് നേരത്തിനും കാലത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൂടെ? പിന്നെ രണ്ടാമത്തെ ആൾക്കാർ പടം തുടങ്ങി കഴിയുമ്പോൾ ഫോൺ എടുത്തിട്ട് അത് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ലൈറ്റ് അടിക്കുന്നത് നമ്മുടെ മുഖത്തോട്ടായിരിക്കും. എന്തെങ്കിലും പറഞ്ഞാൽ പറയും, പോയി പണി നോക്കാൻ പറയും. സീരിയസ്ലി. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി ആൾക്കാർ, അതായത് ഈ ഹൊറർ പടത്തിന് വന്നിരുന്നിട്ട് കമൻ്റ് അടിക്കുന്ന ആൾക്കാർ. നമ്മളൊരു ഹൊറർ പടം ക്രിയേറ്റ് ചെയ്യണത് അതൊരു സൈലൻറ്റ് ആംബിയൻസിലിരുന്ന് കണ്ട് അത് ആ ഒരു പേടി നമ്മുടെ ഉള്ളിലോട്ട് വരാൻ വേണ്ടിയാണ്. അവിടെ വന്നിരുന്നിട്ട് കുറേ എണ്ണങ്ങൾ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കും. ബ്രോ, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുക, അല്ലാണ്ട് നിങ്ങൾ തിയേറ്ററിൽ വന്നത് ബാക്കി ആൾക്കാരുടെ എക്സ്പീരിയൻസ് കളയല്ലേ വേണ്ടത്. പിന്നെ എല്ലാം കഴിഞ്ഞ് അവരുടെ വരവാണ്. വെള്ളം അടിച്ച് പൂസായിട്ട് മാസ് കാണിക്കാൻ വേണ്ടി വരുന്ന ചേട്ടന്മാർ. എൻ്റെ പൊന്നു ബ്രോ, നിങ്ങൾക്കത് മാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സത്യം പറയാൻ ഐ എം വെരി സോറി, ജോക്കറാണ്, കോമാളിയാണ് നിങ്ങൾ. കോമാളി, ആൾക്കാരുടെ മുമ്പിൽ കോമാളി. മാസമായിട്ട് തോന്നുന്നെങ്കിൽ വെറും തോന്നല, കോമാളിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എല്ലായിടത്തും നടക്കണമല്ലേ, ഇങ്ങനെ തന്നെയല്ലേ മനുഷ്യന്മാർ ഫുള്ളെന്ന്. അല്ല, നിങ്ങൾ വേറെ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ചൈന, ജപ്പാൻ, അങ്ങനത്തെ രാജ്യങ്ങൾ, ജപ്പാനാണ് എൻ്റെ ഏറ്റവും ക്ലാസിക് ഒരു എക്സാമ്പിൾ. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരിലൊക്കെ അവരുടെ കൾച്ചറിൽ തന്നെ ഈ സിവിക് സെൻസ് എന്നത് ഓൾറെഡി ഉള്ളൊരു സംഭവമാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഇവിടുത്തെ എസ്കലേറ്ററിൽ നമ്മളിപ്പോൾ ഒരു മെട്രോ കയറാൻ പോകണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു എസ്കലേറ്റർ ഉണ്ടെന്ന് വെച്ചോ. ഈ എസ്കലേറ്റർ നമ്മൾ എങ്ങനെയായിരിക്കും പോണത്? നമ്മളെല്ലാവരും കൂടി ഇടിച്ചു കൂത്തി എസ്കലേറ്ററിൽ നിൽക്കും. ജപ്പാനിൽ ഒരു എസ്കലേറ്ററിൽ നമ്മൾ നിൽക്കാനുള്ളവർക്ക് ഇടത്ത് ഭാഗത്തും നടന്ന് കയറി പോകാനുള്ളവർ വലത്ത് ഭാഗത്ത് കൂടെ പോകണം. അപ്പം നമുക്കൊരിക്കലും റൈറ്റ് സൈഡിൽ കയറി നിൽക്കാൻ പറ്റില്ല. അതുപോലെ അവിടെ വേസ്റ്റ് ബിൻസ് കുറവാണ്. കാരണം അവിടെ ആരും വേസ്റ്റ് താഴെ ഇടാറില്ല. അവരവരുടെ വീട്ടിൽ കൊണ്ടുവരാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണത്. ഉണ്ടെങ്കിൽ അവരവരുടെ കയ്യിൽ വെക്കും. ഒരു മിഠായി കവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സിലോ ബാഗിലോ വെച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് അത് ഡിസ്പോസ് ചെയ്യണത്. അപ്പോൾ അതുപോലെ നമ്മുടെ കൾച്ചറിൽ ഇതുവരെ സിവിക് സെൻസ് എന്നുള്ളത് ഒരു പാർട്ടേ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സിവിക് സെൻസ് ഇല്ലാണ്ട് ബിഹേവ് ചെയ്യണത്. അപ്പോൾ സിവിക് സെൻസിനെ പറ്റി നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അതായത് ഒരു സിവിക് സെൻസ് ഉള്ള നല്ലൊരു പൗരനായിട്ട് മാറുക എല്ലാവരും. ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ഇതുപോലുള്ളതും ഇതുപോലെ അല്ലാത്തതുമായിട്ടുള്ള വീഡിയോകളുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ സൈനിങ് ഓഫ്.